പണ്ട് എൻ്റെ മോൻ്റെ സ്ഥിരം പരിപാടി എന്തായിരുന്നു എന്നറിയോ? മാനാഞ്ചിറ പോയിട്ട് വെറുതെ എങ്കിലും ഇങ്ങനെ ഇരിക്കുക. പണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ടൊന്നല്ല, കുറച്ച് മുന്നേ വരെ ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടുമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ പോയിരിക്കും, കുറേ നേരം വർത്താനം പറയും. ഞങ്ങൾ വർത്താനം പറയുമ്പോൾ മോൻ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നും അവന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ട് കുട്ടികൾ അവിടുന്ന് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അവരോട് പോയിട്ട് പെർമിഷനൊക്കെ ചോദിച്ച് അവരുടെ കൂടെ അങ്ങോട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ അവിടെ വെറുതെ നോക്കി നിന്നു. കുറേ കാലത്തിന് ശേഷം അവിടെ പോയതാണ് കേട്ടോ. മഴയ്ക്ക് ആയതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് റിനോവേഷൻ പരിപാടികൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. മുൻപ് പോയപ്പം ആകെ അലങ്കോലമായിരുന്നു. പിന്നെ ആകെ മൊത്തത്തിലൊരു സരോവരം വൈബിലോട്ട് അത് വരുന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ പോയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടുത്തെ ആ ഒരു ഫ്രഷ് എയറും മൊത്തം ചുറ്റിലും മരവും ഒരു തണുത്ത കാറ്റും എല്ലാം കൂടെ നല്ല രസമാണ് കേട്ടോ. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഒരു കൊതുകുതിരിയായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം മനസ്സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. മോൻ കുറേ നേരം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പലതവണ ഞാൻ വിളിച്ചിട്ടും അവൻ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ഞാൻ മോനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതാണ്. ഫുട്ബോൾ കളിച്ച് അവന് വരാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ആദ്യം കണ്ടുപെട്ടത് പാനിപ്പൂരിയാണ്. അവന് പാനിപ്പൂരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് പാനിപ്പൂരി കഴിച്ചു. അവന് ഒന്ന് രണ്ടെണ്ണെങ്കിലും കഴിക്കുന്നു വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വാങ്ങി. പക്ഷെ അവൻ കഴിച്ചിട്ടില്ല. ഈ പാനിപ്പൂരി കട കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? മാനാഞ്ചറിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോൻ ത്രിലോകി എടുക്കുന്ന വ്യൂവിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പാനിപ്പൂരി എല്ലാം കഴിച്ചു. നല്ല ചൂടുള്ള കടലയുമായിട്ട് കഴിച്ചു. പിന്നെ മോന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്സിൻ്റെ ഏരിയ ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ആ പള്ളീൻ്റെ സൈഡിലൊരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞപ്പം നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ പോയിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ തൽക്കാലം വീട്ടിൽ പോവാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാനാഞ്ചർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.